പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ മെയ് മാസം 17 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ആമേൻ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. അപ്പ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. തിരക്കേറിയ പകൽക്കാലം പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ നേരിടാമായിരുന്നു. അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ചതോർത്ത് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം അപ്പ, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞു. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ സ്വർഗീയപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം, അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന്, കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് ആമേൻ സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കൈകൾ ഉയർത്തി പറ, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞാണ്ട്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഈ പൽക്കാലം ജയോത്സവമായി നടത്തുന്ന കർത്താവ് അവൻ നമ്മളിലൂടെ കർത്താവിന് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. 69 സങ്കീർത്തനം പറയുന്നു 30-31, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ കർത്താവിന് മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമല്ലോ. അപ്പോൾ നമ്മൾ പാട്ടുപാടി സ്തുതിക്കുന്നത്, നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുന്നത് അവൻ പഴയ നിയമത്തിൽ കാളയെ അർപ്പിക്കുന്നതിനേക്കാൾ, കൊമ്പും കുളമ്പുമുള്ള മൂരിയെ അർപ്പിക്കുന്നതിനേക്കാൾ പ്രസാദകരമാകും. അന്ന് കാളയും മൂരിയൊക്കെ അർപ്പിക്കണമെങ്കിൽ ഒത്തിരി പൈസ ചിലവ്. എന്നാൽ ഇന്ന് അവൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കർത്താവെ അങ്ങനെ കരുതിയതിന് സ്തോത്രം, അങ്ങനെ നടത്തുന്നതിന് സ്തോത്രം, അങ്ങനെ പുലർത്തിയതിന് സ്തോത്രം. ഓരോ ദിവസവും അങ്ങനെ കൃപ എൻ്റെ മേൽ പകർന്നിരിക്കുന്നതിന് സ്തോത്രം എന്ന് നമ്മൾ സ്തോത്രം പറയുകയും നമ്മൾ പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അത് കർത്താവിനും ഭയങ്കര പ്രസാദകരമാണ്. അതുകൊണ്ട് വീണ്ടും ഒരിക്കലൂടെ കൈകളെയൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് നമുക്ക് വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ച കൃപകൾക്ക് വീണ്ടും വീണ്ടും നന്ദി പറയുന്ന കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഈ പകൽക്കാലം എല്ലാവരും സൂക്ഷിക്കണം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എല്ലാവരും വിടുവിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. പ്രത്യേകമായിട്ട് അവൻ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യൂറിനൽ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. യൂറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, യൂറിനറി ട്രാക്റ്റിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ കർത്താവെ, തലച്ചോറുമായിട്ടുള്ള ബന്ധത്തിൽ പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. തലച്ചോറിനകത്തുണ്ടായിരിക്കുന്ന ക്ലോട്ടുകളെ, ബ്ലീഡിങ്ങുകൾ മുഖാന്തരം, അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെയും പരിപൂർണമായി സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. യാതൊരു ആഫ്റ്റർ എഫക്റ്റും ഇല്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലിയിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവിക്കുന്നതിന് സ്തോത്രം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. പ്രഗ്നൻസിയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കണം. പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവ് സൂക്ഷിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബിസിനസ്സുകാരെ അനുഗ്രഹിക്കുന്നു, അവർക്ക് ഉയർച്ച കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു, അവർ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നു. ഇന്നത്തെ സഭായോഗം അനുഗ്രഹ പരിപൂർണമായി തീരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കലൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിലും സമാധാനത്തിലും ഇന്ന് പകൽക്കാലം നിങ്ങളെ സൂക്ഷിക്കട്ടെ. രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. റോമാലേഖനം 12 അധ്യായം അതിൻ്റെ 11 വാക്യം നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. അവിടെ പറയുന്നത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. കർത്താവിൻ്റെ വചനം പറയുക,
ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. അപ്പോൾ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ചെയ്യണം, ഉന്മേഷത്തോടെ ചെയ്യണം. അതാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. അതായത് ആത്മാവിൽ മടുപ്പില്ലാതെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ചെയ്യണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവവേലയുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ആമേൻ കർത്താവിന് പ്രസാദകരമായി തീരുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ കർത്താവിന് പ്രസാദകരമായി തീരുന്നത് എങ്ങനെ? നമ്മൾ അതിനെ ഉത്സാഹത്തോടെ ചെയ്യുന്നവരായിരിക്കണം. ആമേൻ. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നതിൽ ഒരു ഉത്സാഹം വേണം, പാട്ട് പാടുന്നതിനകത്തൊരു ഉത്സാഹം വേണം, പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു ഉത്സാഹം വേണം, ദൈവവചനം കേൾക്കുമ്പോൾ നമുക്കൊരു ഉത്സാഹം വേണം. ആമേൻ. ഇത് നമ്മുടെ ആ ഉത്സാഹം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഉത്സാഹത്തിൽ എന്ത് വരരുത്? മടുപ്പ് വരരുത്. ഇന്നലെ നമ്മൾ കേട്ടത് എന്തുമായിരുന്നു? ആദ്യ സ്നേഹം വിട്ടുകളയരുത്. ഒരു പക്ഷേ നമ്മുടെ ആ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ പ്രാർത്ഥന ഭയങ്കര ഉത്സാഹത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു. ആരാധനയ്ക്ക് പോകാൻ ഭയങ്കര ഉത്സാഹം, തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുന്നു, എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. അത് പതുക്കെ അതിൻ്റെ ഉത്സാഹം കുറഞ്ഞു വരുന്നു. അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉത്സാഹത്തിൽ എന്തുണ്ടാകരുത്? ഒരിക്കലും പിന്നിലോട്ട് പോകല്ലേ. ഉത്സാഹം എപ്പോഴും കർത്താവുമായിട്ടുള്ള ആഗ്രഹത്തിൽ, കർത്താവിനോട് കൂടെ മുന്നേറാനുള്ള ആഗ്രഹം, ഉത്സാഹം മുന്നോട്ടായിരിക്കണം. ഭയങ്കര ഉത്സാഹം നമ്മുടെ ഉള്ളിൽ വേണം. ആമേൻ. അപ്പോൾ കർത്താവിനെ സേവിക്കുന്നത് ഉത്സാഹത്തോടു കൂടിയാണ്. അത് ആരാധനയായാലും, പാട്ട് പാടുന്നതായാലും, സഭായോഗത്തിന് പോകുന്നതായാലും, വീട്ടിൽ നിന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയായാലും, നിങ്ങളുടെ വചനധ്യാനമായാലും, എന്ത് തന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നും പുറകോട്ട് പോകരുത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആമേൻ ആമേൻ ആത്മാവിൽ ജ്വലിക്കുക, ഉത്സാഹത്തോടെ കർത്താവിനെ സേവിക്കുക. ഭയങ്കര ആഗ്രഹത്തോടെ വേണം കർത്താവിനെ സേവിക്കാൻ. യിരെമ്യാവിൻ്റെ പുസ്തകം 29:13 പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടത്. അപ്പോൾ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും ഒക്കെ നമ്മൾ പകുതി ഹൃദയത്തോടെ, പകുതി താല്പര്യത്തോടെ, പകുതി ഇഷ്ടത്തോടെ, പകുതി നമ്മൾ മറ്റു പലതും ചിന്തിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കർത്താവിന് ഇഷ്ടമില്ല. കർത്താവിൻ്റെ ആഗ്രഹം പൂർണ്ണമായ ഒരു ആരാധനയാണ്. പൂർണ്ണമായി കർത്താവിനോട് ചേർന്ന് നിൽക്കണം, പരിപൂർണമായി ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വേണം. അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തെ കർത്താവ് പറഞ്ഞില്ലേ, മർക്കോസിൻ്റെ സുവിശേഷം 12:30, നിൻ്റെ കർത്താവിനെ, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ വേണം സ്നേഹിക്കാൻ. എല്ലാം പൂർണ്ണമായിരിക്കും. അപ്പം സന്തോഷം പൂർണ്ണം, അങ്ങനെ ഭയങ്കര ഉത്സാഹം വേണം. മടിയുണ്ടാകരുത്, പിന്നോട്ട് പോകരുത്. ആമേൻ. ഉത്സാഹത്തിൽ മടുപ്പ് വരരുത്. കർത്താവിനെ ഒരു കാര്യത്തിൽ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യത്തിലും നിങ്ങളുടെ ഉത്സാഹത്തിൽ നിങ്ങൾ പുറകോട്ട് പോകാതെ നിങ്ങൾ ഉത്സാഹത്തിൽ എന്ത് ചെയ്യണം? മുൻപോട്ട് തന്നെ പോകണം കേട്ടോ. കർത്താവ് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ഇന്ന് ആരാധിക്കുമ്പോഴും നല്ല ഉത്സാഹത്തോടെ ആരാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം. വചനം വായിക്കുമ്പോൾ ഉത്സാഹത്തോടെ വചനം വായിക്കണം. സുവിശേഷം പറയുമ്പോൾ ഉത്സാഹത്തോടെ സുവിശേഷം പറയണം. ആരെങ്കിലുമൊക്കെ പോയി കണ്ട് കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അവരോട് പറയുമ്പോൾ ഉത്സാഹത്തോടെ പറയണം. ഒന്നും കർത്താവിനോടുള്ള ബന്ധത്തിൽ പുറകോട്ട് പോകല്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ എങ്ങനെ ആത്മാവിലൊരു എരിവുണ്ടാണ്. ദാവീദൊക്കെ ഞാൻ എപ്പോഴും പറയുന്നില്ല, ദാവീദ് ആലയത്തിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നാ സന്തോഷമാണ്. കാരണം ഭയങ്കര ഉത്സാഹത്തോടെ ആലയത്തിലേക്ക് പോകുന്നത്. ആലയത്തിൽ അവരെന്നോട് ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചെന്നാണ് ദാവീദ് പറയും. കാരണം ദാവീദിനറിയാം ആലയത്തിനകത്ത് ഭയങ്കര നന്മയുണ്ട്, ആരാധിക്കുന്നതിനകത്ത് ഭയങ്കര വിടുതലുണ്ട്. അപ്പോൾ ഉത്സാഹം പുള്ളി പോകുന്ന കാണുമ്പോൾ തന്നെ ജനം മറ്റുള്ളവർക്കൂടെ സന്തോഷം വരും. ഇതുപോലെ ആയിരിക്കും നമ്മൾ വചനം വായിക്കുന്നത് കേൾക്കുമ്പോൾ കേൾക്കുന്നവനൊരു ഉത്സാഹം വേണം. നമ്മുടെ പ്രാർത്ഥന കാണുമ്പോൾ കേൾക്കുന്നവന് പ്രാർത്ഥിക്കാനൊരു താല്പര്യം ഉണ്ടാകണം. ആമേൻ. നമ്മൾ സഭാഹോളിൽ അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ ദൈവം അഭിഷക്തന്മാർ പറയുന്ന വചനം കേൾക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉത്സാഹം കാണുമ്പോൾ മറ്റുള്ളവർക്കൂടെ ഉത്സാഹം ഉണ്ടാകണം. അതുകൊണ്ട് ഇനി ഉത്സാഹം കുറവാണെങ്കിൽ എന്നാ ചെയ്യണം? ഉത്സാഹമുള്ളവരോട് നടക്കണം. അപ്പോൾ നമുക്കും അറിയാതെ ഉത്സാഹം വരും. പഠിക്കാത്ത പിള്ളേരെ എന്നാ ചെയ്യണം? പഠിക്കുന്ന പിള്ളേരോട് നടത്തിയാൽ മതി. സ്തോത്രം. പഠിക്കുന്ന പിള്ളേരോട് ഇരുത്തിയാൽ മതി. അപ്പം അറിയാതെ ഇവൻ പഠിച്ചോളും. ഇതുപോലെ തന്നെ ആത്മാവിൽ എന്തെങ്കിലും പുറകോട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ പിന്നോട്ട് പോകുന്നവരുടെ കൂടെ പോകരുത്. ഓടി മുന്നോട്ട് പോകുന്നവർ, ഉത്സാഹമുള്ളവരോട് കൂടിക്കണം. നമുക്ക് ഉത്സാഹമുള്ളവരായിത്തീരും കേട്ടോ. കർത്താവ് വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സകലത്തിലും ഉത്സാഹം ഉണ്ടാകട്ടെ. ആമേൻ. ഈ കർത്താവിൻ്റെ വേലയിൽ മാത്രമല്ല, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിങ്ങൾ ഉത്സാഹമുള്ളവരായിത്തീരുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും, നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.